मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। സോറി. നിനക്കെന്താണ് കണ്ണ് കണ്ടൂടെ? മരമണ്ടൻ തത്തേ. ഞാൻ എന്ത് ചെയ്യാനാ? സോർദാർ ഇത്ര ശബ്ദത്തിൽ നിലവിളിച്ചപ്പോ ഞാൻ ഞെട്ടിത്തെറിച്ചു പോയതാ. അങ്ങനെയാ താഴേക്ക് വീണത്. എടാ, നിനക്കിപ്പൊ ഞാൻ കാണിച്ചു തരാം. എടാ, ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെ ഇല്ല. ഞാൻ വെറുതെ കിടന്നപ്പോ ഈ ഹണി എന്റെ പുറത്ത് കയറി ചവിട്ടി. വേദന സഹിക്കാൻ പറ്റത്തോണ്ടാ ഞാൻ കിടന്ന് നിലവിളിച്ചത്. ഓയ്, ഇവനെ ഇപ്പൊ നീ തല്ലിയില്ലെങ്കിൽ തീർച്ചയായിട്ടും നിന്നെ ഞാൻ തല്ലേണ്ടി വരും. രാവിലെ മുതൽ വട്ടുപിടിപ്പിക്കാ. തല്ലിയാലേ കഴുത പിടിക്കൂ. കൊച്ചളിയ, ത്രികോണാകൃതിയിൽ നിന്ന് കളിക്കുന്ന ഈ കളി എന്ത് കളിയാ? നമ്മളിത് കളിച്ചിട്ടില്ലല്ലോ. ഞങ്ങള് കളിച്ചതല്ലടാ. നിന്നെ മര്യാദ പഠിപ്പിക്കാ. സംശയമുണ്ടോ? അത് ശരി, എങ്കിൽ കുഴപ്പമില്ല. ഞാൻ വിചാരിച്ചത് എന്താ പുതിയ കളിയാണെന്നാ. കൂടാതെ എന്നോട് നിങ്ങൾ പറഞ്ഞോല്ല. എടാ, ഇന്ന് വീട് മുഴുവൻ മാഡം വൃത്തിയാക്കാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മളെല്ലാരും ഒന്നിച്ച് ഇന്ന് വീട് മുഴുവൻ വൃത്തിയാക്കണം. എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്താലോ? വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നമുക്ക് പുറത്തിടാം. അപ്പൊ വീട് വൃത്തിയാവല്ലോ, അല്ലേ? എടാ, ഇവന് പറഞ്ഞു കൊടുക്കടാ, വീട് വൃത്തിയാക്കാനാ, അല്ലാതെ വൃത്തിയാക്കി തുടച്ചെടുക്കാനല്ല. ആ, വിട് വിട്. നമുക്ക് എന്തായാലും സ്റ്റോർ റൂമിൽ തുടങ്ങാം. എടാ പേടിത്തൊണ്ടന്മാരെ, സ്പൈഡർ എല്ലാം പുറത്തേക്ക് പോയിരിക്കുക. നിങ്ങൾ വാ. വാവ്, എന്ത് നല്ല ഡോർമെറ്റാ ഇത്. നിങ്ങൾ ഇവിടെ എന്തെടുക്കുകയാണ്? ഇത് നിധി എടുക്കാനുള്ള മാപ്പാണ്. നിധിയോ? ഞങ്ങൾക്കും വേണം ആ നിധി. സംശയമുണ്ടോ? എന്തിന്? ഇതിൽ ഞാൻ ആർക്കും പങ്കു തരില്ല. ഇത് കണ്ടുപിടിച്ചത് ഞാൻ തനിച്ചാണ്. ബ്രോ, അതൊക്കെ വിട്ടേക്ക്. വഴി കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നിധിയുള്ള സ്ഥലം കണ്ടുപിടിക്കാനാ പ്രയാസം. അതെ, തനിച്ച് ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. എന്നിട്ട് നമുക്കതിനെ പങ്കിട്ടെടുക്കാം. ആ, തന്റെ സൈസിനെ കുറിച്ചൊന്ന് ആലോചിക്ക്. തന്നെ കൊണ്ട് ആ നിധി പൊക്കിയെടുക്കാൻ പോലും പറ്റില്ല. ഓക്കേ, കിട്ടുന്നതിൽ പകുതി മാത്രമേ ഞാൻ നിങ്ങൾക്ക് തരൂ. ഇവിടെ കൂട്ടത്തിൽ ഞങ്ങളെയും കൂട്ടിക്കോ. നിധി എന്തായാലും മണ്ണിനടിയിലായിരിക്കും ഉണ്ടാവുക. അത് തുരന്നെടുക്കാൻ ഞങ്ങളെ കൊണ്ടല്ലാതെ മറ്റാർക്കും കഴിയില്ല. അതെ, അവൻ പറഞ്ഞ ശരി തന്നെയാ. വാ, കിട്ടുന്നതിൽ കുറച്ച് നിനക്കും തരാം. ഇതിൽ കൊടുത്തിരിക്കുന്ന പ്രകാരം ഇതിലേ നമ്മൾ പോകേണ്ടത്. ഒന്ന് വേഗം നടക്ക്, പെട്ടെന്ന്. നിക്ക് നിക്ക്, ഇവിടെ എന്തോ ഒരു ആപത്തുണ്ട്. സോർദാർ, അങ്ങോട്ട് നോക്ക്. കാട്ടുപട്ടി നിനക്ക് ഹലോ പറയുവാ. നീ ഒന്ന് തിരിച്ചു പറയേ. എടാ, അത് ചെന്നായാണടാ. അടുത്ത് പോയാ നിന്റെ കഥ കഴിക്കും. എടാ ബണ്ണി, മാപ്പ് കളഞ്ഞേക്ക്, അല്ലെങ്കിൽ അത് വെച്ചത് കണ്ടുപിടിച്ചു വരും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമ്മളെ ഇപ്പൊ തന്നെ തട്ടും. രക്ഷപ്പെടാ. കൊച്ചളിയാ, ഈ ചെന്നായ വളരെ വേഗത്തിലാ ഓടി വരുന്നത്. താമസിക്കാതെ അവൻ നമ്മളെ മറികടന്ന് പോവും. തീർച്ചയായിട്ടും നമ്മൾ തോൽക്കും. കഴുതേ, അത് നമ്മൾ തിന്നാൻ വേണ്ടി വരുവാ. സംശയമുണ്ടോ? കൊച്ചളിയ, ഞാൻ തന്നെത്താൻ താഴെ പോയിക്കൊണ്ടിരിക്കുക. കഴുതേ, നീ ചെളിക്കുണ്ടിക്ക് കുടുങ്ങി. കൊച്ചളിയ, രക്ഷിക്ക്. എടാ, ഇവന് വല്ലാത്ത ഭാരവാ. സംശയമുണ്ടോ? എടാ, നീ ഇത്തിരി പോകുന്ന ഒരു തത്തമ്മയാ. നിന്നെ കൊണ്ട് പൂച്ച പൊക്കാൻ പറ്റില്ല. സൈഡിലോട്ട് മാറി നിൽക്കടാ.
അല്ല ഇതെന്ത് പറ്റി? എടാ ഇത് പിടിച്ചോ വേഗം പിടിച്ചോ. എടാ നന്നായിട്ട് പിടിച്ച് കേറാൻ നോക്ക്. ബാബു ഞാനെന്താ പാർക്കിലെ ഊഞ്ഞാലെന്ന് വിചാരിച്ചോ? വന്നവനൊക്കെ കേറി ആടിയിട്ട് പോകാൻ. സോറി ഉന്നം തെറ്റിപ്പോയതാ. ഞാൻ ആ പാമ്പിനെ എറിഞ്ഞത്. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ. വേഗം ഓടിക്കോ. ഓടിക്കോ. ഇനി എത്ര ദൂരമുണ്ട് കൊച്ചളിയാ? നിൽക്ക് കൂട്ടുകാരെ നിൽക്ക്, നമ്മൾ ഇത് എത്തിപ്പോയി. അങ്ങോട്ട് നോക്ക്. എടാ ഇത് അതിൽ കൊടുത്ത സ്ഥലം തന്നെയാ, സംശയമുണ്ടോ? വേഗം വാ, നിധി അവിടെ ഉണ്ട്. വേഗം. മാപ്പ് വരച്ചവർ നമ്മളെ പറ്റിച്ചു. ഇവിടെ നിധി ഒന്നും തന്നെ ഇല്ല. എടാ കഴുതേ, ഭൂമിയുടെ അടിയിലാണ് നിധി ഉണ്ടാവുക. കുഴിച്ചു നോക്കണം. ജോലി തുടങ്ങിക്കോ. ശരിയെന്നാ ഞാൻ ഇപ്പൊ തന്നെ എന്റെ പണി തുടങ്ങാം. നിങ്ങൾ കണ്ടോളൂ. ഏയ് ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊരു ഐഡിയ തോന്നുന്നു. ഐഡിയ അത് നിന്റെ പക്കലോ? നല്ല തമാശ തന്നെയാ. പറ കേക്കട്ടെ. അതായത് കൊച്ചളിയ, ഞാൻ പറയാനായി വന്നത്, എത്ര ഉറുമ്പ് പുറത്തേക്ക് വരുന്നുവോ ആ ഉറുമ്പുകളുടെ കണ്ണിലെല്ലാം തന്നെ നമുക്ക് പ്ലാസ്റ്റർ ഇട്ട് ഒട്ടിക്കാം. പിന്നെ അവർക്കൊന്നും കാണാനും പറ്റില്ല. നമുക്ക് നമ്മുടെ ജോലി എളുപ്പത്തിൽ ചെയ്ത് തീർക്കാനും പറ്റും. ഓക്കെ? പോയി എലിക്കുട്ടിനെ ഹെൽപ്പ് ചെയ്യ്. പോ. ഇന്നാ നിധിയെ തേടി വന്ന് നമുക്ക് ചെളിവെള്ളം കിട്ടിയത്. കൊള്ളാം. എടാ ഇത് വെള്ളമല്ല, ഓയിൽ. നിങ്ങൾ പൊട്ടിച്ചിരിക്കുന്ന ഓയിലിന്റെ പൈപ്പ് ലൈനാ. കഴുതുകളെ നമ്മളെ പിടിച്ച് തീർച്ചയായിട്ടും അകത്താക്കും. എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യാം, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ഇതൊക്കെ ചെയ്തത് ആരാണ്? ഞങ്ങളല്ല ചെയ്തത്. ഞങ്ങള് നിധി തേടിയാ ഇങ്ങോട്ട് വന്നത്. ഞങ്ങളോട് ക്ഷമിക്കൂ പ്ലീസ്. പറ്റിപ്പോയതോ? ഓയിലിന്റെ പൈപ്പ് ലൈൻ പൊട്ടിപ്പോയി. സോറി, ഞങ്ങളെ ജയിലിടരുത് പ്ലീസ്. എടാ ഇവിടെ പൈപ്പ് ലൈൻ ഒന്നും തന്നെ ഇല്ല. നിങ്ങൾ ഇപ്പോൾ എണ്ണക്കിണർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. എന്തായാലും നല്ല കാര്യം നിങ്ങൾ ചെയ്തത്. സർക്കാർ നിങ്ങൾക്ക് പാരിതോഷികം തീർച്ചയായിട്ടും നൽകും. അതും 10 ലക്ഷം രൂപയാണ്. കലക്കി. നിങ്ങളൊക്കെ എവിടെയാണ് പോയിരുന്നത്? ഞാൻ എല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഇവിടെ ഒരു ചെറിയ തെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇല്ല മാഡം, ഞങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചിന്ന് വലിയൊരു പണി ചെയ്തിരിക്കുക. സ്റ്റോർ റൂമിലെ ബോക്സ് പൊട്ടിച്ചത് ഒരു വലിയ കാര്യമാണോ ഹണി? അല്ല, എങ്ങനെയാണോ വൃത്തിയാക്കുന്നത്? മാഡം, ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. എന്നാൽ ഞങ്ങൾ എണ്ണക്കിണർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്ക് പാരിതോഷികം കിട്ടാൻ പോവുകയാണ്. ഞങ്ങളെല്ലാരും കൂടി കാട്ടിലുണ്ടായിരുന്ന എണ്ണക്കിണർ കണ്ടുപിടിച്ചു. എന്ത് കാട്ടിലോ? നിങ്ങൾ എന്തിനു വേണ്ടിയാണ് കാട്ടിലേക്ക് പോയത്? അത് നിധി
ചുറ്റിക്കറങ്ങാൻ ചുറ്റിക്കറങ്ങാൻ. ഞങ്ങൾ മൃഗങ്ങളല്ലേ അതുകൊണ്ട് കാട് നല്ല രസമുണ്ടായിരുന്നു. സോറി മാഡം, ഇനി ഒരിക്കലും ഞങ്ങൾ പോവില്ല. ഉടനെ ചെന്ന് സ്റ്റോർ റൂം ഒക്കെ വൃത്തിയാക്ക്. വേണ്ട.